ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി ആദ്യഘട്ട പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന വാർത്ത കൂടിയുണ്ടല്ലോ രഞ്ജിത്തെ. ഈ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സാധ്യത കൂടുതൽ രാജീവ് ചന്ദ്രശേഖർക്കാണോ? ഒന്ന്. രണ്ടാമത്തത്, ആറ്റിങ്ങലിൽ ഇപ്പോൾ വി മുരളീധരൻ മത്സരിക്കുന്നു. തൊട്ടടുത്തടുത്ത 2 മണ്ഡലങ്ങളിൽ 2 കേന്ദ്രമന്ത്രിമാരെ ഇറക്കാനാണ് തീരുമാനമെന്നറിയുന്നു. പത്തനംതിട്ടയിൽ പി.സി. ജോർജിന് സാധ്യതയുണ്ടോ രഞ്ജിത്ത്? ഡോക്ടർ, ഇന്നലെ കെ സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതിൽ ഉടൻ തന്നെ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തിരുന്നതാണ് ഉടൻ ഉണ്ടാവും എന്നുള്ളത്. കാരണം അവർ ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വൈകി പോകുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം തന്നെ ദേശീയ കൗൺസിൽ ചേരുന്നുണ്ട്. ആ കൗൺസിൽ മീറ്റിങ്ങിന് ശേഷമായിരിക്കാം ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്നലെ കെ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. 2 ദിവസത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാവേണ്ടതാണ്. അതിൽ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞ കുറച്ച് മണ്ഡലമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന രീതിയിൽ ചുവരെഴുത്തുകൾ പോലും ആരംഭിച്ചു. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഇന്നലെ തന്നെ ചുവരെഴുത്തുണ്ടായിരുന്നു. ആറ്റിങ്ങലിൽ വി മുരളീധരൻ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 1-2 വർഷമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം താഴെത്തട്ടിൽ പോയി വോട്ട് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ എന്നുള്ളതും അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ പാലക്കാട് സി കൃഷ്ണകുമാറാണ് പാലക്കാടിൽ ബി.ജെ.പിയുടെ ചോയ്സ്. മറ്റ് ഓപ്ഷൻസ് ഒന്നും തന്നെ ബി.ജെ.പിക്ക് മുമ്പിലില്ല. ഈ 3 മണ്ഡലങ്ങളും ഏകദേശം ധാരണയായ മണ്ഡലങ്ങളാണ്. അതോടൊപ്പം അറിയേണ്ട 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ബി.ജെ.പി പ്രതീക്ഷ വെക്കുന്ന ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ ബി.ജെ.പിക്ക് വോട്ട് കിട്ടിയ, 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളൊക്കെയാണ് ഈ തിരുവനന്തപുരവും അതുപോലെ പത്തനംതിട്ടയും. 2,90,000 വോട്ട് പത്തനംതിട്ടയിലുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ ബി.ജെ.പി ആരെ മത്സരിപ്പിക്കുമെന്നുള്ളത് LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ സർപ്രൈസ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ളത് ഒരു 90% ഉറപ്പായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് കർണാടകയിലെ ബാംഗ്ലൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ, സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ മത്സരിക്കാനായിരുന്നു വ്യക്തിപരമായി അദ്ദേഹത്തിന് താല്പര്യം. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പേരിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. പക്ഷെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ, പത്തനംതിട്ടയിൽ നേരത്തെ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. അത് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ വോട്ട് ബി.ജെ.പിക്ക് ഇത്തവണ കിട്ടണമെങ്കിൽ അവിടെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു നായർ സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ട് നായർ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു നിലപാട്. അതിൽ കുമ്മനം രാജശേഖരൻ്റെ പേരാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പി.സി. ജോർജും ജനപക്ഷവും ഒക്കെ ബി.ജെ.പി ലയിച്ചപ്പോൾ ദേശീയ നേതൃത്വം പത്തനംതിട്ടയിൽ പി.സി. ജോർജിന് ഒരു സാധ്യത പി.സി. ജോർജിന് അറിയിച്ചിട്ടുണ്ട്. പി.സി. ജോർജിന് മുന്നിൽ വെച്ച പല വാഗ്ദാനങ്ങളിൽ ഒന്ന് ഈ പത്തനംതിട്ടയിലെ സീറ്റ് തന്നെയാണ്. അതുകൊണ്ട് പത്തനംതിട്ട സീറ്റിൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് പി.സി. ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ സംസ്ഥാന ഘടകം അതിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് പി.സി. ജോർജിനോടുള്ള വിയോജിപ്പല്ല, ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊരാൾ മത്സരിക്കണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുള്ളത്. ഈ 4-5 സീറ്റുകൾക്കൊപ്പം തന്നെ കോഴിക്കോടും കാസർഗോഡും കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് ശശി തരൂർ വേഴ്സസ് LDFിൻ്റെ ആര് വരുമായിരിക്കും അല്ലേ? തിരുവനന്തപുരത്ത് വരും, ഉടൻ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ പത്തനംതിട്ടയിൽ നമ്മുടെ നദിയോട് ലയിച്ച തോടുണ്ടല്ലോ, പി.സി. ജോർജ് മത്സരിക്കാൻ വരുന്നു. ആ തോട് ഇവിടെ ഒഴുകണ്ട എന്നാണ് സംസ്ഥാനത്തിലെ ബി.ജെ.പിയിലെ ചില നേതാക്കൾ പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്തിൻ്റെ വാർത്തയിൽ നിന്ന് അങ്ങനെയാണ് ഒരു സൂചന കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ പി.സി. ജോർജ് മത്സരിക്കുന്നില്ലെങ്കിൽ പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്.